വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും നല്ല പെർഫെക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് രണ്ട് ടിപ്സ് ഞാനിവിടെ ഷെയർ ആക്കുന്നുണ്ട്. ഇടിയപ്പം തയ്യാറാക്കുമ്പം എപ്പോഴും വറുത്ത അരിപ്പൊടി വേണം എടുക്കാൻ വേണ്ടി. പുട്ടുപൊടി ആണെങ്കിൽ അതൊന്ന് അരിച്ചതിന് ശേഷം വേണം കേട്ടോ എടുക്കാൻ വേണ്ടി. അപ്പോൾ 3 കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ശരിക്കും ഇപ്പം 3 കപ്പിനാണെങ്കിൽ 3.5 കപ്പ് വെള്ളം എന്നാണ് പറയാറ്. പക്ഷേ ഇത് അരിപ്പൊടിക്ക് അനുസരിച്ച് വ്യത്യാസപ്പെടും കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഞാൻ കവറിൽ നിന്ന് വാങ്ങിച്ച നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിന്റെ പൊടി കിട്ടുമല്ലോ. പക്ഷെ അത് വാങ്ങിച്ചപ്പം ഇത്ര വെള്ളത്തിന്റെ ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം ഞാൻ അളവ് നോക്കിയല്ല ഇടുന്നത്. സാധാരണ നമുക്ക് ഈ മാവ് കുഴഞ്ഞു വരുന്ന ഒരു പരുവം നമുക്ക് മനസ്സിലാവും. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. അത് ആ ഒരു പരുവത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതാണ് കറക്റ്റ് ഇതിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടുവെള്ളമായിരിക്കണം കേട്ടോ. നല്ല ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെന്ന് വെച്ചാൽ ചിലർ തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ട് കൊടുത്ത് ഇടിയപ്പം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ അതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം കിട്ടുന്നത് പൊടിയുടെ മുകളിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ. അപ്പം ഇപ്പം 3 കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് വെള്ളത്തിൻ്റെ കൂടി ആവശ്യമുണ്ട്. അപ്പം ഈ ഒരു പൊടി ആയതുകൊണ്ടാണ് കറക്റ്റ് 3.5 കപ്പ് വെള്ളം വന്നത് കേട്ടോ. പക്ഷേ നേരത്തെ ഞാനൊരു ഇൻസ്റ്റൻറ്റ് ഇടിയപ്പം നമ്മൾ പൊടി വാങ്ങിക്കുവാണെങ്കിൽ ഇത്ര വെള്ളത്തിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പം അത് നോക്കി വേണം ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മാവിലെല്ലാം വെള്ളം എല്ലായിടത്തും ആയിട്ടുണ്ട്. 3.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂട് വെള്ളമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇങ്ങനെ കുഴച്ചെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ. സാധാരണ നമ്മൾ പത്തിരി ഉണ്ടാക്കും പോലെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ചൂടോട് കൂടി തന്നെ പക്ഷേ ഈ ഒരു അച്ചിൽ വെച്ചു കൊടുക്കാൻ നോക്കണം. നല്ല ചൂടുണ്ട് കേട്ടോ. ആ ചൂടോട് കൂടി വെക്കുമ്പോഴാണ് പെട്ടെന്ന് നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാനും പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ല വറുത്ത അരിപ്പൊടി ആയിരിക്കണം. പിന്നെ ചൂടോട് കൂടി വേണം ഇതിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മൾ മാവിലേക്ക് വെള്ളം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ആ തട്ടിൽ വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ മാവ് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഇനി 10 മിനിറ്റോളം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ചെയ്തെടുക്കാം. ഞാൻ വലുതും പിന്നെ ചെറുതും ആ ഒരു രീതിയിലാണ് ഇടിയപ്പം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചൂടോടുകൂടി തന്നെ തട്ടിൽ നിന്ന് മാറ്റുവാണെങ്കിൽ പെട്ടെന്ന് പോരും കേട്ടോ ഇത്. അപ്പം നല്ലതാ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഇടിയപ്പമാണ്. ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.